നമസ്കാരം. VHSEയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനുകളിൽ കമ്പസ്റ്റൻ നടത്തുന്നതിനായി നമ്മൾ ഇഗ്നീഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫങ്ഷൻസ് to provide spark at the end of the compression stroke. കംപ്രഷൻ സ്ട്രോക്കിന് അവസാനം ഇഗ്നീഷൻ സിസ്റ്റം സ്പാർക്ക് നൽകുന്നു. ഇൻ എ 4-stroke എഞ്ചിൻ സ്പാർക്ക് ഷുഡ് ഒക്കർ ഇൻ ഈച്ച് സിലിണ്ടർ ഇൻ എവരി 2 revolutions. ഒരു 4-stroke എഞ്ചിനിൽ ഓരോ 2 കറക്കത്തിലും ഒരു തവണ എഞ്ചിനിൽ സ്പാർക്ക് ഉണ്ടാകുന്നു. ഇൻ എ 2-stroke എഞ്ചിൻ സ്പാർക്ക് ഷുഡ് ഒക്കർ ഇൻ എവരി റെവല്യൂഷൻ. 2-stroke എഞ്ചിനിലാകട്ടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ റെവല്യൂഷനിലും ഇഗ്നീഷൻ സിസ്റ്റം സ്പാർക്ക് നൽകുന്നു. റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഇഗ്നീഷൻ സിസ്റ്റം. ഒരു നല്ല ഇഗ്നീഷൻ സിസ്റ്റത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ സ്ട്രോങ് സ്പാർക്ക് ടു സ്റ്റാർട്ട് ദ ഇഗ്നീഷൻ ഓഫ് ദി ചാർജ്. നമുക്കറിയാം, പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോൾ എയർ മിക്സ്ചറാണ് കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ കംപ്രസ് ചെയ്ത പെട്രോൾ എയർ മിക്സ്ചറിനെ ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ അത്രയും സ്ട്രോങ് ആയിട്ടൊരു സ്പാർക്ക് കൊടുക്കാൻ കഴിവുള്ളതായിരിക്കണം ഇഗ്നീഷൻ സിസ്റ്റം. സ്പാർക്ക് അറ്റ് പ്ലഗ് ഇലക്ട്രോഡ്സ് മസ്റ്റ് ബി റെഗുലർ ആൻഡ് സിങ്ക്രണസ്ലി ടൈംഡ്. സ്പാർക്ക് പ്ലഗ് ഇലക്ട്രോഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പാർക്കുകൾ ക്രമമായുള്ളതും കൃത്യമായ ഇടവേളകളിൽ സ്പാർക്ക് ഉണ്ടാകേണ്ടതുമാണ്. ഇറ്റ് ഷുഡ് വർക്ക് അറ്റ് ഓൾ എൻജിൻ സ്പീഡ്സ്. എല്ലാ എൻജിൻ സ്പീഡിലും ഇഗ്നീഷൻ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി ലൈറ്റ്, കോമ്പാക്റ്റ്, റിലയബിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ. ഇഗ്നീഷൻ സിസ്റ്റം വളരെ ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളതുമായിരിക്കണം. ടൈപ്സ് ഓഫ് ഇഗ്നീഷൻ സിസ്റ്റം. 1. Battery coil ignition system. 2. Magneto coil ignition system. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം. ഈ ഡയഗ്രത്തിൽ ബാറ്ററി, അമ്മീറ്റർ, ഇഗ്നീഷൻ സ്വിച്ച്, പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ, ദെൻ കോണ്ടാക്ട് ബ്രേക്കർ, കണ്ടൻസർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്സ് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈമറി കോയിലിൻ്റെ എണ്ണം സെക്കൻഡറി കോയിലിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, എന്നാൽ തിക്നെസ് കൂടുതലായിരിക്കും. മറ്റ് ഭാഗങ്ങളുടെ എക്സ്പ്ലനേഷൻ തുടർന്നുള്ള സെഷനിൽ പറയുന്നതാണ്. ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്സ് ഓഫ് ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം. ഇഗ്നീഷൻ സ്വിച്ച്, ബാറ്ററി, ഇഗ്നീഷൻ കോയിൽ, ബല്ലാസ്റ്റ് റെസിസ്റ്റർ, കോണ്ടാക്ട് ബ്രേക്കർ, ഡിസ്ട്രിബ്യൂട്ടർ, കപ്പാസിറ്റർ ആൻഡ് സ്പാർക്ക് പ്ലഗ്. Distributor. It is used in the multi-cylinder engine and its purpose is to distribute the high voltage impulses to each of the spark plugs as per the correct firing order through the HT cable. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ, അതായത് ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉള്ള എഞ്ചിനുകളിൽ സെക്കൻഡറി കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ ഉയർന്ന വോൾട്ടേജ് ഇമ്പൾസസിനെ സ്പാർക്ക് പ്ലഗിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ആണ് ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി HT കേബിളാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറിന് ഡ്രൈവ് കിട്ടുന്നത് എൻജിൻ്റെ ക്യാം ഷാഫ്റ്റിൽ നിന്നുമാണ്. ഗിയറിംഗ് അറേഞ്ച്മെൻറ്റിലൂടെ ക്യാം ഷാഫ്റ്റിൽ നിന്നുമാണ് ഇതിന് ഡ്രൈവ് കിട്ടുന്നത്. ഇഗ്നീഷൻ കോയിൽ. The main purpose of it is to step up battery voltage so that it is sufficient for generates the spark. ഒരു ഇഗ്നീഷൻ കോയിലിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് 12 വോൾട്ടായ ബാറ്ററി വോൾട്ടേജിനെ ഏകദേശം 30,000 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഇഗ്നീഷൻ കോയിൽ. It is working as a step up transformer and have 2 windings. One is primary, which have a lesser turn,
and the other one is secondary which have a higher number of turn. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ചെയ്യുന്നത് പോലെ പ്രൈമറി വൈൻഡിങ്ങിൽ കുറഞ്ഞ ടേണുകളും എന്നാൽ കട്ടി കൂടിയ വയറും, അതുപോലെ സെക്കൻഡറിയിൽ വളരെ ഉയർന്ന നമ്പർ ഓഫ് ടേൺസ് ഉള്ള വയറുകളും എന്നാൽ കട്ടി കുറഞ്ഞ വയറുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രവർത്തന തത്വം ഉപയോഗിച്ചാണ് ഇഗ്നീഷൻ കോയിൽ പ്രവർത്തിക്കുന്നത്. ഒരു ഇഗ്നീഷൻ കോയിലിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. Ballast resistor. This is used to limit the current in the ignition circuit and generally made of iron. It is placed in series between the ignition switch and ignition coil. ഇഗ്നിഷൻ സർക്യൂട്ടിൽ ഇഗ്നിഷൻ കോയിലിനും ഇഗ്നിഷൻ സ്വിച്ചിനും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബല്ലാസ്റ്റ് റെസിസ്റ്റർ. The increased resistance decreases the amount of current in the primary circuit, thereby avoiding overheating of coil at low engine speed. സർക്യൂട്ടിൽ കൂടുതലായി റെസിസ്റ്റൻസ് കൊടുക്കുന്നത് വഴി ഉയർന്ന കറണ്ട്, സർക്യൂട്ട് വഴി ഒഴുകുന്ന ഉയർന്ന കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ കുറഞ്ഞ എൻജിൻ സ്പീഡിൽ ഇഗ്നിഷൻ കോയിൽ ഓവർ ഹീറ്റ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. കുറഞ്ഞ എൻജിൻ സ്പീഡിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് കൂടുതൽ കറണ്ട് ഒഴുകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇഗ്നിഷൻ കോയിൽ ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് കറണ്ടിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. കണ്ടൻസർ. ദ ഫങ്ഷൻ ഓഫ് കണ്ടൻസർ ഈസ് ടു മിനിമൈസ് ആർക്കിംഗ് ആൻഡ് പിറ്റിംഗ് ഓഫ് കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സ് ടു ഇൻറ്റൻസിഫൈ ദി സ്പാർക്ക്. കണ്ടൻസർ ഉപയോഗിക്കുന്നത് കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്പാർക്ക് ഒഴിവാക്കാനും സ്പാർക്ക് പ്ലഗിൽ ഉണ്ടാകുന്ന സ്പാർക്കിൻ്റെ തീവ്രത കൂട്ടുന്നതിനുമാണ്. A condenser is connected across the contact breaker. Condenser usually consists of aluminum foil separated by thin sheets of insulating paper or mica. കണ്ടൻസർ എപ്പോഴും കോണ്ടാക്റ്റ് ബ്രേക്കറിന് അക്രോസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. കണ്ടൻസറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ 2 അലൂമിനിയം ഫോയിലിനിടയിൽ ഇൻസുലേറ്റിംഗ് പേപ്പർ അല്ലെങ്കിൽ മൈക്ക ആണ് ഉപയോഗിക്കുന്നത്. Condenser absorbs the excess energy during the break period and gives out the same at the make period. കണ്ടൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കറിലെ ബ്രേക്കിംഗ് പീരീഡിൽ ഉണ്ടാകുന്ന ഹയർ വോൾട്ടേജ്, സെക്കൻഡിൽ ഉണ്ടാകുന്ന ഹയർ വോൾട്ടേജ് അബ്സോർബ് ചെയ്യുകയും തിരിച്ച് മേക്കിംഗ് പീരീഡിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് സർക്യൂട്ടിലേക്ക് ഈ എക്സസ് എനർജി നൽകുകയും ചെയ്യുന്നു. സ്പാർക്ക് പ്ലഗ്. Here the actual spark is generated for the combustion of fuel or charge. ഇന്ധനം ബേൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്പാർക്ക് ഉണ്ടാകുന്ന യൂണിറ്റാണ് സ്പാർക്ക് പ്ലഗ്. എ സ്പാർക്ക് പ്ലഗ് ഹാസ് 3 മെയിൻ പാർട്സ്: സെൻറ്റർ ഇലക്ട്രോഡ്, ഗ്രൗണ്ട് ഇലക്ട്രോഡ് ആൻഡ് ദ ഇൻസുലേറ്റർ സെപ്പറേറ്റിംഗ് ദം. ഒരു സ്പാർക്ക് പ്ലഗിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉണ്ടാകുന്നത്: സെൻറ്റർ ഇലക്ട്രോഡ്, ഗ്രൗണ്ട് ഇലക്ട്രോഡ്, പിന്നെ ഇൻസുലേറ്റർ. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും വരുന്ന ഉയർന്ന വോൾട്ടേജ് സ്പാർക്ക് പ്ലഗിൻ്റെ സെൻറ്റർ ഇലക്ട്രോഡ് വഴി കറണ്ട് ഒഴുകി ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് എത്തുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം സെൻറ്റർ ഇലക്ട്രോഡും ഗ്രൗണ്ട് ഇലക്ട്രോഡും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളതായിട്ട്. ഈ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. സെൻറ്റർ ഇലക്ട്രോഡിൽ നിന്നും കറണ്ട് ജമ്പ് ചെയ്ത് ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് പോകുന്ന സമയത്ത് അതൊരു സ്പാർക്കായിട്ട് മാറുന്നു. ഇനി ഈ 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസുലേറ്റർ കൊടുക്കുന്നത്. വർക്കിംഗ് ഓഫ് ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം. When the ignition switch is turned on, then the current will flows to the primary circuit through ballast resistor, primary winding and contact breaker. ഇഗ്നിഷൻ സ്വിച്ച് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് പ്രൈമറി സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നു. പ്രൈമറി സർക്യൂട്ടിൽ ബല്ലാസ്റ്റ് റെസിസ്റ്റർ, പ്രൈമറി വൈൻഡിങ്, അതായത് ഇഗ്നിഷൻ കോയിലിലെ പ്രൈമറി വൈൻഡിങ്, പിന്നെ കോണ്ടാക്റ്റ് ബ്രേക്കർ, ഈ ഭാഗങ്ങളിലൂടെ കറണ്ട് ഒഴുകുന്നു. ദ ഫ്ലോയിങ് കറണ്ട് ഇൻഡ്യൂസ്ഡ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ പ്രൈമറി വൈൻഡിങ്. ദി കോണ്ടാക്റ്റ് ബ്രേക്കർ ഓപ്പൺസ്. ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് ഫാൾ. ഇങ്ങനെ പ്രൈമറി സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായി പ്രൈമറി സർക്യൂട്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്ത നിമിഷം സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുന്ന സമയത്ത് പ്രൈമറി സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് പെട്ടെന്ന് നിലച്ചു പോകും. ദിസ് സഡൻ fall of current generates very high voltage of 15,000 volt to 30,000 volt and is generated in the secondary winding due to electromagnetic induction.
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം പ്രകാരം പ്രൈമറി സർക്യൂട്ടിൽ കറണ്ട് ഫോളോ ചെയ്യുന്ന സമയത്ത്, കറണ്ട് ഇല്ലാതാകുന്ന സമയത്ത് വളരെ ഉയർന്ന വോൾട്ടേജ് 15000 വോൾട്ട് മുതൽ 30000 വോൾട്ട് വരെ ഉയർന്ന വോൾട്ടേജ് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണോ പ്രവർത്തനം നടക്കുന്നത് അതേമാതിരി. The high voltage current then transferred to the distributor via high tension cable and then finally to the spark plugs producing the spark. ഇങ്ങനെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ ഉയർന്ന വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി ഹൈ ടെൻഷൻ കേബിളിലൂടെ സ്പാർക്ക് പ്ലഗുകളിലേക്ക് നൽകപ്പെടുകയും അതിൻ്റെ ഫലമായി സ്പാർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ അതേ പ്രവർത്തന തത്വം തന്നെയാണ് മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നത്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്നാൽ ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ബാറ്ററിയാണ് കറണ്ട് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ എൻജിൻ്റെ ഫ്ലൈ വീലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മാഗ്നറ്റോയാണ് പ്രൈമറി സർക്യൂട്ടിലേക്ക് കറണ്ട് നൽകുന്നത്. ഈ ഒരു ഡിഫറൻസ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പാർട്സിനോ പ്രവർത്തനങ്ങൾക്കോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം 4 വീലറുകളിലും 6 വീലറുകളിലും ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് 2 വീലറുകളിലും 3 വീലറുകളിലും ആണ്. Comparison of battery and magneto ignition system. Battery is necessary, difficult to start the engine when battery is discharged. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ബാറ്ററി വളരെ മസ്റ്റാണ്. ബാറ്ററി ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം നോ ബാറ്ററീസ് നീഡഡ്. മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ബാറ്ററിയുടെ ആവശ്യമില്ല. മെയിൻ്റനൻസ് പ്രോബ്ലം ഈസ് മോർ ഡ്യൂ ടു ബാറ്ററി. ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൽ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. എ ഗുഡ് സ്പാർക്ക് ഈസ് അവൈലബിൾ അറ്റ് സ്പാർക്ക് പ്ലഗ് ഈവൻ അറ്റ് ദ ലോ സ്പീഡ്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻജിൻ സ്പീഡ് വളരെ കുറവാണെങ്കിലും നമുക്ക് സ്പാർക്ക് പ്ലഗിൽ നിന്നും നല്ല സ്പാർക്ക്, അതായത് തീവ്രത കൂടിയ സ്പാർക്ക് നമുക്ക് കിട്ടുന്നു. എന്നാൽ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ സ്റ്റാർട്ടിംഗ് സമയത്തും ഐഡിലിംഗ് സമയത്തും എൻജിൻ്റെ സ്പീഡ് കുറവായതിനാൽ സ്പാർക്കിൻ്റെ തീവ്രത കുറവായിരിക്കും. ഒക്കുപ്പൈസ് മോർ സ്പേസ്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം കൂടുതൽ സ്പേസ് ഉപയോഗിക്കുന്നു, എന്നാൽ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിന് താരതമ്യേന കുറഞ്ഞ സ്പേസ് മതി. കോമൺലി എംപ്ലോയ്ഡ് ഇൻ കാർസ് ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം കൂടുതലും കാറുകളിലും ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസിലും ഉപയോഗിക്കുന്നു. എന്നാൽ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം കൂടുതലായി ഉപയോഗിക്കുന്നത് 2 വീലറുകളിലും റേസിംഗ് കാറുകളിലുമാണ്. മോഡേൺ ഇഗ്നിഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇഗ്നിഷൻ സിസ്റ്റം. കൺവെൻഷണൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈ വോൾട്ടേജിനെ സ്പാർക്ക് പ്ലഗിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ പുതിയ തരം വാഹനങ്ങളിൽ ECU, ഇഗ്നിഷൻ കൺട്രോൾ മോഡ്യൂൾ, അതുപോലെ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്നിവയുടെ സഹായത്തോടു കൂടി കൃത്യമായി ഇഗ്നിഷൻ ടൈമിംഗ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന വോൾട്ടേജ് സ്പാർക്ക് പ്ലഗിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കോയിൽ ഓൺ പ്ലഗ് ഓർ ഡയറക്റ്റ് ഇഗ്നിഷൻ. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വാഹനങ്ങളിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് കോയിൽ ഓൺ പ്ലഗ് ഇഗ്നിഷൻ സിസ്റ്റം. ഇതിൽ ഓരോ സ്പാർക്ക് പ്ലഗിന് മുകളിലായും ഇഗ്നിഷൻ കോയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഗ്നിഷൻ കോയിലിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓരോ എൻജിൻ സിലിണ്ടറിൻ്റെയും ടൈമിംഗ് ECUവിൻ്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണ് കോയിൽ സ്പാർക്ക് പ്ലഗിലേക്ക് സ്പാർക്ക് കൊടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും, മാഗ്നറ്റോ കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം, പിന്നെ മോഡേൺ ഇഗ്നിഷൻ സിസ്റ്റമായ ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇഗ്നിഷൻ സിസ്റ്റം, കോയിൽ ഓൺ പ്ലഗ് സിസ്റ്റം എന്നിവയെ പറ്റിയാണ് പഠിച്ചത്. ഏവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.